നമസ്കാരം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 11 നാൾ. മാറ്റത്തിനായുള്ള പോരാട്ടമാണോ അതോ തുടർച്ചയ്ക്കായുള്ള വിധിയാണോ? കേരളത്തിന്റെ മനസ്സ് ആർക്കൊപ്പം? വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും മൂന്നാം ഊഴത്തേക്ക് വഴിതെളിക്കുമെന്ന് LDF. ഭരണവിരുദ്ധ വികാരവും സാമ്പത്തിക പ്രതിസന്ധിയും തിരിച്ചുവരവൊരുക്കുമെന്ന് UDF. നിർണായക ശക്തിയാകാൻ NDA. തൃശൂരിലെയും പാലക്കാട്ടെയും മുന്നേറ്റം നിയമസഭയിലും ആവർത്തിക്കാനാവുമോ? ഇതൊക്കെയാണെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിക്കുകയാണ് അധികാരത്തിൽ തിരിച്ചെത്താനായി മുന്നണികൾ. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി കേവലം 11 ദിവസം മാത്രമാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ മുന്നണികൾ കടുപ്പിക്കുന്നതാണ് ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഓരോ ക്യാമ്പിനും ആവേശമായി ദേശീയ നേതാക്കളൊക്കെ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. NDA ക്യാമ്പിന് ഏറ്റവും വലിയ ആവേശം നൽകിയാണെന്ന് പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തിയതും ഒപ്പം പൊതുപരിപാടിയിലും അതോടൊപ്പം തന്നെ റോഡ് ഷോയിലും പങ്കെടുത്തത്. രാഷ്ട്രീയ ഭൂപടത്തിൽ ആവേശത്തിന്റെ കനൽ കോരിയിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വരവ്. പാലക്കാട്ടെ കൂറ്റൻ പൊതുസമ്മേളനവും തൃശൂർ സ്വരാജ് റൗണ്ടിനെ ജനസാഗരമാക്കിയ റോഡ് ഷോയും NDAയുടെ ശക്തി പ്രകടനമായി മാറുന്നതാണ് കണ്ടത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി എത്തിയത്. പാലക്കാട് മേഴ്സി കോളേജ് മൈതാനത്തിറങ്ങിയ പ്രധാനമന്ത്രിയെ ആവേശകരമായ മുദ്രാവാക്യങ്ങളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. കേരളീയ വേഷമായ മുണ്ടും കുർത്തയും ധരിച്ചെത്തിയ അദ്ദേഹം കോട്ടമൈതാനത്തെ പൊതുസമ്മേളന വേദിയിലേക്ക് നീങ്ങി. വേദിയിൽ പ്രവർത്തകർക്കൊപ്പം ചേർന്ന പ്രധാനമന്ത്രി സദസ്സിനെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാഴ്ത്തി. പ്രിയപ്പെട്ട സഹോദരി വിനീതമായ നമസ്കാരം. മലയാളത്തിൽ പ്രസംഗം ആരംഭിച്ച അദ്ദേഹം വികസിത കേരളം തന്റെ ഗ്യാരണ്ടിയാണെന്ന് പ്രഖ്യാപിച്ചു. LDFും UDFും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും കേരളത്തിന്റെ വികസനത്തിനായി BJPക്ക് ഒരു അവസരം നൽകുമെന്നും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. अब मैं आपको भरोसा देता हूं कि यहां बनने वाली BJP NDA सरकार केरलम का तेज विकास करेगी, विकसित केरलम बनाएगी और ये मोदी की गारंटी है. 12 NDA സ്ഥാനാർത്ഥികളും ആയിരക്കണക്കിന് പ്രവർത്തകരും അണിനിരന്ന പൊതുസമ്മേളനം ആവേശോജ്വലമായിരുന്നു. പാലക്കാട്ടെ പരിപാടിക്ക് ശേഷം വൈകുന്നേരം തൃശൂരിലെത്തിയ പ്രധാനമന്ത്രിയെ കാത്തിരുന്നത് വർണ്ണാഭമായ സ്വീകരണമായിരുന്നു. തൃശൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്നാരംഭിച്ച റോഡ് ഷോയിൽ 10,000-ങ്ങളാണ് അണിനിരന്നത്. സ്വരാജ് റൗണ്ടിലെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. തിരഞ്ഞെടുപ്പ് തീയതി അടുത്തിരിക്കെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കേരളത്തിലെ NDA ക്യാമ്പുകളിൽ വലിയ ഉണർവാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കളെ കേരളത്തിലെത്തിച്ച രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ ശക്തമാക്കാനാണ് NDA ക്യാമ്പിന്റെ നീക്കം. അമൃത ന്യൂസ്, തൃശൂർ. പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത് NDA ക്യാമ്പിന് വലിയ ആവേശമാണ്. റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിനോടൊപ്പം തന്നെ ഈ NDAയുടെ പ്രചരണ പരിപാടികളുടെ ഭാഗമായത്. മാറുന്ന കേരളത്തിന് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ മോദി പ്രഭാവം NDAക്ക് കരുത്താകുമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഹരീഷ് നാരായണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഹരീഷ്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന ഈ സമയത്താണ് പ്രധാനമന്ത്രി സംസ്ഥാനത്തേക്ക് എത്തിയത്. NDA ക്യാമ്പുകളെ സംബന്ധിച്ച് വലിയ ആവേശം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൽ സംശയം വേണ്ട. പാലക്കാടും തൃശ്ശൂരും മാത്രമല്ല, സംസ്ഥാനത്ത് മറ്റ് ഇടങ്ങളിൽ കൂടി അതിൻ്റെ ഒരു ആവേശം അലതല്ലുകയാണ്. ഇനിയും പ്രധാനമന്ത്രിയുടെ ഒരു വരവ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. വികസന അജണ്ടയും മോദി ഗ്യാരണ്ടിയുമായി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അത് NDAക്ക് ഗുണം ചെയ്യാൻ പോകുന്നത്? ഈ പ്രധാനമന്ത്രിയുടെ തുടർച്ചയായുള്ള കേരള സന്ദർശനം ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് NDA ക്യാമ്പുകൾ തന്നെയാണ്. കാരണം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനവും അത്തരത്തിൽ വലിയൊരു മുന്നേറ്റമാണ് NDAക്ക് നൽകിയത്. അത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓരോ പരിപാടിയും NDA ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. റോഡ് ഷോ ആകട്ടെ, പൊതുസമ്മേളനമാകട്ടെ, അവിടെ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതെല്ലാം ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്നതിൻ്റെ സൂചനകളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു തരംഗം, ഒരു മോദി തരംഗം, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കുക, അതുവഴി ഒരു വിജയം കൈവരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് പ്രധാനമായും NDA ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായും അല്ലാതെയും ഒക്കെ പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് എത്തിക്കുക, പല പ്രചരണങ്ങളിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളൊരു അജണ്ട തന്നെയാണ് ഇപ്പോൾ NDA ക്യാമ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. ഇതിലൂടെ കൂടുതൽ സീറ്റുകൾ നേടുക, കൂടുതൽ
പ്രചരണങ്ങൾ നടത്തുക, തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നൊരു ലക്ഷ്യമാണ് പ്രധാനമായും NDA ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രസംഗം മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും കർഷകരുടെയും കൂടെ നിന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രചരണായുധമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് NDA ക്യാമ്പിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. അതുവഴി കേരളത്തിൽ ഒരു മൂന്നാം മുന്നണിയെ ഉയർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ ഒരു തുടർ ഭരണം ഒഴിവാക്കുക, ഈ ഒരു ഭരണവിരുദ്ധ വികാരം അത് മുതലെടുത്തുകൊണ്ട് മൂന്നാം മുന്നണിയെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് NDA ക്യാമ്പ് ഇപ്പോൾ പ്രധാനമന്ത്രി നിരന്തരമായി ഈ കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല മറ്റ് സംസ്ഥാന ദേശീയ നേതാക്കളെ കൂടി പ്രചരണത്തിന്റെ ഭാഗമാക്കുകയും അതുവഴി കൂടുതൽ വോട്ടുകൾ നേടുക, കൂടുതൽ സീറ്റുകൾ നേടുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് NDA എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ അവർ ആ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട വിജയം അതിന്റെ സൂചനയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ഒരു വിജയം കൈവരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് NDA എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം, മോദി ഗ്യാരണ്ടി ഒക്കെ വലിയ ഒരു ഓളം സൃഷ്ടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപാട് ആളുകൾ BJP-യിലേക്ക് ചേരുന്നു, NDA-യിലേക്ക് എത്തുന്നു. ഇതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉള്ള കാഴ്ചകളാണ്. പക്ഷേ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അത് കൂടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു മാറ്റം ആളുകളിലേക്ക് എത്തിക്കാൻ NDA ക്യാമ്പുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ ഈ പ്രചരണവുമായി, അല്ലെങ്കിൽ ശക്തമായ തിരഞ്ഞെടുപ്പ് മുന്നേറ്റവുമായി NDA ക്യാമ്പ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഹരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു NDA കേരളത്തിൽ സ്റ്റാമ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും പ്രധാനമന്ത്രിയുടെ വരവിന് പിന്നിൽ ഉള്ളത്. LDF UDF മുന്നണികൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടി NDA കണക്കാക്കുകയാണ്. തൃശ്ശൂരിലും അതോടൊപ്പം തന്നെ പാലക്കാടും ഒക്കെ കണ്ട ഒരു മുന്നേറ്റം സംസ്ഥാന വ്യാപകമായി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത് നടക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF ക്യാമ്പിന് ശക്തി പകരാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് പര്യടനം പത്തനംതിട്ട ജില്ലയിൽ നാളെ ആരംഭിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പത്തനംതിട്ടയിലെ അടൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി KSRTC ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിലായിരിക്കും ആദ്യം സംസാരിക്കുക. പിന്നീട് റോഡ് മാർഗം പത്തനംതിട്ടയിലെത്തുന്ന അദ്ദേഹം 1 മണിക്ക് പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തെയും അഭിസംബോധന ചെയ്യും. പ്രമാടത്ത് നിന്നും ഹെലികോപ്റ്ററിൽ കോട്ടയത്തേക്ക് പോകുന്ന രാഹുൽ ഗാന്ധി കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്വീകരണ യോഗത്തിലും പുതുപ്പള്ളി ഏറ്റുമാനൂർ മണ്ഡലങ്ങളിലെ പൊതുയോഗത്തിലും പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കൂടി സംസ്ഥാനത്തേക്ക് പര്യടനത്തിനെത്തും എന്നാണ് ആന്റണി MP ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിയിച്ചത്. LDF ക്യാമ്പിന് ഏറ്റവും ആവേശം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികളാണ്. 45-ലധികം പ്രചാരണ പരിപാടികളാണ് മുഖ്യമന്ത്രി ഈ ദിവസങ്ങളിൽ തീരുമാനിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് ഇന്ന് ഏറ്റവും ആവേശമായി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ പങ്കെടുത്തു. 10 വർഷമായി സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നാണ് ആ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. വർഗീയതയോട് സന്ധി ചെയ്യുന്നവരാണ് UDF എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയും സംസ്ഥാന സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണം. മതനിരപേക്ഷതയുടെയും വികസന കാഴ്ചപ്പാടിൻ്റെയും വിളനിലമായി കേരളത്തെ നിലനിർത്തുന്ന ഇടതു സർക്കാരിനെ നുണപ്രചരണത്തിലൂടെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് UDF നടത്തുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. രഹസ്യമായി പ്രചരിപ്പിക്കുന്ന നുണയിലൂടെ അപകീർത്തിപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ആകുമോ എന്നാണ് നോക്കുന്നത്. ഇതിന്റെ വക്താക്കളായി ഈ പറയുന്ന വിഭാഗം കേരളത്തിലെ UDF വിലക്കെടുത്തവരും മാറുന്നു എന്നാണ് വസ്തുത. വിലക്കെടുത്ത വിഭാഗങ്ങളുണ്ട്. അതിന് നിർഭാഗ്യവശാൽ ഒരു കൂട്ടം മാധ്യമങ്ങളുമുണ്ട്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി, RSS തുടങ്ങിയ സംഘടനകളുമായി അവിശുദ്ധ സഖ്യത്തിലാണ് UDF എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരൂരിലായിരുന്നു ആദ്യ പരിപാടി. തിരൂർ, താനൂർ മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളായ V. അബ്ദുറഹ്മാൻ, P. മുഹമ്മദ് സമീർ എന്നിവരുടെ കൺവെൻഷനുകൾക്ക് ശേഷം പൊന്നാനി, തവനൂർ, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും മുഖ്യമന്ത്രി പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം.
തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമായി നടത്തുകയാണ് മുന്നണികൾ. SDPI CPM ഡീലെന്ന ആരോപണം, CPM BJP ഡീലെന്ന ആരോപണം, കോൺഗ്രസ് BJP ഡീലെന്ന ആരോപണം, അങ്ങനെ ഓരോ നേതാക്കൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡീലുകളുടെ ആരോപണം ഇങ്ങനെ നടത്തുകയാണ്. ഒപ്പം അതിന് തെളിവായി ചില കാര്യങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരമൊരു ഡീൽ വാദപ്രതിവാദങ്ങളാണ് ഇന്നും കണ്ടത്. ആരോപണത്തിൽ കൃത്യമായ മറുപടി പറയാതെയാണ് പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒഴിഞ്ഞു മാറിയത്. അതേസമയം ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDF. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അധികാരത്തിലെത്താനായി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയാണ് നേതാക്കൾ. ഡീലാണ് നിലവിലെ വിഷയം. SDPIയുടെ തെരഞ്ഞെടുപ്പിലെ നിലപാട് സംബന്ധിച്ച് തന്നോടല്ല ചോദിക്കേണ്ടത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേൾക്കുന്നത് വെച്ചിട്ട് അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ മനസ്സിലാവില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായി ബന്ധമില്ല. മുഖ്യമന്ത്രിയുടെ അതേ പാത തന്നെയാണ് ഇടത് നേതാക്കളും സ്വീകരിച്ചത്. BJPയുമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ആദ്യം ഡീലുണ്ടാക്കിയത് 1960-ലാണ്. പണ്ഡിറ്റ് നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആരെ തോൽപ്പിക്കാൻ? EMSനെ തോൽപ്പിക്കാൻ വേണ്ടി 1960 തെരഞ്ഞെടുപ്പിൽ ഡീലുണ്ടാക്കി. ഈ ചോദ്യം നിങ്ങൾ ഉന്നയിക്കേണ്ട UDF നേതൃത്വത്തോടാണ്. നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പത്രിക മരവിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താണ് നീക്കുപോക്ക്, ഇടപാട്? എല്ലാ മതങ്ങളിലും പെട്ട യഥാർത്ഥ വിശ്വാസികളുമായി LDFന് സഖ്യമുണ്ട്, ഐക്യമുണ്ട്. അതേസമയം SDPI സംസ്ഥാന വ്യാപകമായി CPMന് പിന്തുണ നൽകുന്നുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം. കേരളത്തിൽ SDPI CPM തമ്മിൽ പരസ്യധാരണയാണ്. 2 സ്ഥാനാർത്ഥികൾ. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്താൽ മാത്രമാണ് പ്രശ്നമെന്നും PDP LDFന് പിന്തുണ നൽകിയപ്പോൾ അവർ മതേതരവാദിയായി എന്നുമാണ് VD സതീശൻ പറഞ്ഞത്. വെൽഫെയർ പാർട്ടി 4 പതിറ്റാണ്ട് കാലം LDFന് പിന്തുണ കൊടുത്ത ജമാഅത്ത് ഇസ്ലാമി അവരെ കൂടെ ആയിരുന്നു. അപ്പൊ അവര് മതേതരവാദികളായിരുന്നു. ഡീൽ ആരോപണം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. മുഖ്യമന്ത്രിയെ ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. നുണേശനാണോ നുണറായിയാണോ കൂടുതൽ യോജിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നും താൻ പഠിച്ചു പറയുന്ന ആളാണെന്നും തന്നെ എങ്ങനെയെങ്കിലും തകർക്കാനാണ് നുണേശനെന്ന് വിളിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണ്. മുഖ്യമന്ത്രിയുമായി തുറന്ന സംവാദത്തിന് ഞാൻ തയ്യാറാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും എല്ലാം ഞാൻ സംവാദത്തിന് തയ്യാറാണ്. എപ്പോ വേണമെങ്കിലും സംവാദത്തിന് തയ്യാറാണ്. ഏത് സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും സമയത്തും ഞാൻ വരാൻ തയ്യാറാണ്. എല്ലാ വികസന കാര്യങ്ങളുടെയും കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ തൊട്ട് ഈ വീടിന്റെ കാര്യം തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ സംവാദത്തിന് തയ്യാറാണ്. ഡീൽ വിവാദത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പിനെ സജീവമാക്കിയിരിക്കുകയാണ് വയനാട്ടിലെ UDFന്റെ പുനരധിവാസ പദ്ധതി. നിർമ്മാണം തുടങ്ങിയെന്നും സമയപരിമിതമായി പദ്ധതി പൂർത്തിയാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവർത്തിച്ച് പറയുകയാണ്. അതേസമയം വയനാടിന്റെ പേരിൽ പിരിച്ച പണം ഉപയോഗിച്ച് UDF തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണെന്നാണ് CPM ആരോപണം. വീട് നിർമ്മാണത്തിനായി കോൺഗ്രസ് വാങ്ങിയ സ്ഥലത്തിന് പുറത്ത് DYFI കുടിൽകെട്ടി പ്രതിഷേധിച്ചതും ഇന്ന് കണ്ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡീൽ ആരോപണമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സജീവമാക്കി നിർത്തിയത്. എന്നാൽ ഇപ്പോൾ വയനാട്ടിലെ UDFന്റെ പുനരധിവാസ പദ്ധതി വീണ്ടും തിരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തുകയാണ് LDF. കോൺഗ്രസിന്റെ വീട് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും ആവർത്തിച്ചു. കോൺഗ്രസ് മേടിച്ച സ്ഥലത്ത് കുടിൽ കെട്ടിയാൽ DYFക്കാരെ അടിച്ചോടിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടിൽ കെട്ടി സമരം ചെയ്ത അവിടെ അടിച്ചോടിക്കും. പദ്ധതിയുടെ കാര്യത്തിൽ അനാസ്ഥ ഉണ്ടായിട്ടില്ലെന്നും ശരിയായ രീതിയിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. വയനാട്ടിൽ കോൺഗ്രസ് ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി തന്നെ വന്ന് തറക്കല്ലിട്ട് അതിൻ്റെ മറ്റ് നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ പ്രോമിസ് ചെയ്ത വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും. അതേസമയം പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് CPM നടത്തുന്നത്. വയനാട് ഫണ്ട് ഉപയോഗിച്ചാണ് UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമെന്നും കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് കോൺഗ്രസ് നേതാക്കളെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പറഞ്ഞു. അബദ്ധത്തിൽ പോലും സത്യം പറയാത്ത അവസ്ഥയിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിയെന്നും സ്വരാജ് പരിഹസിച്ചു. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം മോഷ്ടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. അതിനിടെ DYFയുടെ നേതൃത്വത്തിൽ വയനാട് ഭവന പദ്ധതിക്കായി കോൺഗ്രസ് വാങ്ങിയ സ്ഥലത്തിന് പുറത്ത് കുടിൽകെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. സംസ്ഥാന അധ്യക്ഷൻ V വസീഫിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ഏതായാലും ഭവന പദ്ധതിയുടെ പേരിൽ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസിനെതിരായ വലിയ രാഷ്ട്രീയ ആരോപണമായി വിഷയം ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ്
ഇടതുപക്ഷത്തിന്റെ നീക്കം. അമൃത ന്യൂസ്, കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പോരാട്ടം മുഖാമുഖമാവുകയാണ്. മുഖ്യമന്ത്രിയെ സംവാദത്തിന് നേരിട്ട് വെല്ലുവിളിച്ചാണ് പ്രതിപക്ഷ നേതാവ് ആ പോരാട്ടത്തിന് ആക്കം കൂട്ടുന്നത്. ഒപ്പം ഡീലടക്കമുള്ള ആരോപണങ്ങളുടെ മൂർച്ച കൂട്ടുകയാണ്. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? വികസന വിഷയങ്ങൾ കൂടുതലായി പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കെ പ്രശാന്ത് നൽകും. പ്രശാന്ത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ വികസന വിഷയങ്ങളൊന്നും ചർച്ചയാകാതെ കൂടുതൽ ഈ രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രം, ആരോപണം പ്രത്യാരോപണം അങ്ങനെ പോവുകയാണ്. ഡീൽ വരുന്നു, ഒപ്പം തന്നെ മുഖാമുഖം നടത്താൻ വെല്ലുവിളിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം? അഖില, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴും ഈ വിവാദ വിഷയങ്ങളിലും ആരോപണങ്ങളിലും മാത്രം ശ്രദ്ധയൂന്നി മുന്നോട്ട് പോവുകയാണ് മുന്നണികൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞത് BJP ആണ്. BJPക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇന്ന് വികസന വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇടത് വലത് മുന്നണികൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ വിവാദ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഡീൽ ആരോപണം, ഒപ്പം തന്നെ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ രണ്ട് വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ വ്യക്തിപരമായ ഡീലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വ്യക്തിപരമായ പരാമർശങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും ഒക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മറ്റ് CPMന്റെ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെയും കോൺഗ്രസിനെതിരെയും വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ വയനാട്ടിലെ ഫണ്ട് എന്ത് ചെയ്തുവെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന ആരോപണം മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ CPMനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് കൃത്യമായി ആരോപണങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡീൽ ആരോപണം തന്നെയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി അടക്കം ചർച്ച നടത്തിയിട്ടുള്ളതും മറ്റു ചില നീക്കങ്ങളും ഒക്കെ നടത്തിയത് ഈ പറയുന്ന ഡീലിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. KC വേണുഗോപാലും അതുപോലെ തന്നെ VD സതീശനും രമേശ് ചെന്നിത്തല എല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഈ ആരോപണം വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നു. മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ചില ഇടപെടലുകളും ഉയർത്തിക്കൊണ്ട് അതിനെ വിമർശിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ BJP ഈ പറയുന്ന ഈ രണ്ട് മുന്നണികളുടെ ഈ നീക്കങ്ങളെ ഭയക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രാഷ്ട്രീയമായ ഭയപ്പെടല്ല, മറിച്ച് വികസനം ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ഒരു ആസൂത്രണ നീക്കം ഈ രണ്ട് മുന്നണികളുടെയും ഭാഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് BJP ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഇറക്കിക്കൊണ്ട് തന്നെ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ആ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യാനുള്ള നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട്. മറുവശത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോപണങ്ങൾക്കും അതിന് മറുപടിയും നൽകി തന്നെ മുന്നോട്ട് പോകാനാണ് LDFും UDFും തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വരുന്ന ദിവസങ്ങളിലും ഈ ഡീൽ ആരോപണവും അതുപോലെ തന്നെ വയനാട് വിഷയവും കൂടുതൽ ശ്രദ്ധയെ ഊന്നി തന്നെ മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് വിഷയങ്ങളിലേക്ക് ചർച്ച വഴിതെറ്റി പോകേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വോട്ട് ഏകീകരണത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക മുന്നണികൾക്ക് ആകെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അഖില, ശരി, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയ്ക്ക് വരാതിരിക്കാനുള്ള നീക്കങ്ങളാണോ ഒരുപക്ഷെ നടക്കുന്നതെന്നുള്ള സംശയം സ്വാഭാവികമായും ഉയരാം. ഇനി ജനങ്ങളെ സംബന്ധിച്ച് വികസന വിഷയങ്ങളാണല്ലോ കൂടുതൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകേണ്ടത്. ഇനി തവനൂരിലെ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ സൗജന്യ വിദേശ യാത്ര എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ നേരത്തെ ഓഫർ ചെയ്തിരുന്നു. അതിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തത്. തവനൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു CP ബാവയുടെ പ്രഖ്യാപനം. 15 ദിവസത്തെ ഗൾഫ് യാത്രയാണ് ബാവ ഹാജി ഓഫർ ചെയ്തത്. VSDOയ്ക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നൽകുന്ന കമ്മിറ്റിക്കാണ് ഗൾഫ് യാത്രയ്ക്ക് അവസരം നൽകുമെന്ന വാഗ്ദാനം നൽകിയിരുന്നത്. ഡീലാരോപണം ഇങ്ങനെ സംസ്ഥാനത്ത് സജീവമായി പുരോഗമിക്കുമ്പോൾ ചില പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. അതും മുതിർന്ന പൗരോഹിതരുടെ ഭാഗത്തു നിന്നാണ് ആരോപണങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഡീൽ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കരുതുന്നില്ല എന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. പാർട്ടികൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. വേറെ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അവർ ഓരോ ഇഷ്യൂ ഉണ്ടാക്കി ഇങ്ങനെ സംസാരിക്കുന്നതല്ലേ, എനിക്ക് തോന്നുന്നില്ല അതിലെന്തെങ്കിലും കാമ്പുണ്ടെന്നുള്ളത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വശത്തുനിന്ന് അങ്ങോട്ടടിക്കും ഇങ്ങോട്ടും അടിക്കും. അതൊക്കെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. വേറെയൊക്കെ ആകണമായിരുന്നു. ഇപ്പം കൂടുതലും ഈ ഡീല് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം.
ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവിടെയും സജീവമായി പുരോഗമിക്കുകയാണ്. അതിനൊരു കളമൊരുങ്ങുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് TVK അധ്യക്ഷൻ വിജയുടെ കന്നി അംഗത്തിലേക്കായിരുന്നു. പെരുമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും വിജയ് നേരിട്ട് ജനവിധി തേടുമെന്ന പ്രഖ്യാപനമാണ് തമിഴക രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുണ്ടാക്കാൻ പോകുന്ന ചലനം ചെറുതായിരിക്കില്ല. ഭരണകക്ഷിയായ DMKയുടെ കരുത്തരായ നേതാക്കൾക്കെതിരെ ശക്തമായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയാണ് വിജയ് വോട്ടു തേടുന്നത്. വിസിൽ ചിഹ്നത്തിൽ വോട്ടു തേടി കളം നിറയുകയാണ്. ലഹരിമുക്ത തമിഴ്നാട് മുതൽ തൊഴിലില്ലായ്മ വേതനം വരെയുള്ള വാഗ്ദാനങ്ങൾ TVK നൽകുന്നുണ്ട്. തമിഴ് മണ്ണ് പുതിയൊരു രാഷ്ട്രീയ യുഗത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയ് തന്റെ കന്നിയംഗത്തിൽ 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്നു. പെരമ്പൂരും തിരുച്ചിറപ്പള്ളി ഈസ്റ്റും. വെറുമൊരു സ്ഥാനാർത്ഥി പട്ടികയല്ല, മറിച്ച് ജനങ്ങളുടെ രക്ഷകരെയാണ് താൻ അവതരിപ്പിക്കുന്നതെന്ന് വിജയ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. C. ജോസഫ് വിജയ് എന്ന പേരിലാണ് വിജയ് ജനവിധി തേടുന്നത്. പെരമ്പൂർ C. ജോസഫ് വിജയ്. തിരുച്ചി കിഴക്ക്. DMK കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് TVKയുടെ പടയൊരുക്കം. മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ കൊളത്തൂരിൽ VS ബാബുവും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെതിരെ ചെപ്പോക്കിൽ മുൻ കോൺഗ്രസ് നേതാവ് D. സെൽവവും പോരാടും. ജനറൽ സെക്രട്ടറി ആദവ് അർജുന വില്ലിവാക്കത്ത് സ്ഥാനാർത്ഥിയാകുമ്പോൾ മുതിർന്ന നേതാവ് സെങ്കോട്ടയ്യൻ ഗോപിച്ചെട്ടിപ്പാളയത്തു നിന്നും TVK ടിക്കറ്റിൽ ജനവിധി തേടും. അഴിമതിക്കാരെയും കൊള്ളക്കാരെയും മാറ്റി നിർത്തി സാധാരണക്കാരുടെ ഭരണം ഉറപ്പാക്കണമെന്നാണ് വിജയുടെ ആഹ്വാനം. ലഹരിമുക്ത തമിഴ്നാട്, ഉന്നത വിദ്യാഭ്യാസത്തിന് 20 ലക്ഷം രൂപയുടെ ധനസഹായം, 29 വയസ്സ് കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാത്തവർക്ക് പ്രതിമാസം 4000 രൂപ വേതനം, പഞ്ചായത്തുകൾ വഴി സർക്കാർ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സമിതികൾ എന്നിവയാണ് TVKയുടെ പ്രധാന വാഗ്ദാനങ്ങൾ. ഏപ്രിൽ 23-ന് 234 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. DMK നേതൃത്വം നൽകുന്ന ഭരണമുന്നണി, AIADMK, BJP ഉൾപ്പെട്ട NDA, PMK ശശികല സഖ്യം എന്നിവർക്കിടയിലേക്ക് TVK കൂടി എത്തുന്നതോടെ തമിഴ്നാട്ടിൽ ഇത്തവണ നടക്കുന്നത് ശക്തമായ ചതുഷ്കോണ പോരാട്ടമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അതേസമയം അധികാരം നിലനിർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ DMKയ്ക്ക് മുന്നിലുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക DMKയും ഇന്ന് പുറത്തിറക്കി. വിദ്യാഭ്യാസ വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളുന്നതടക്കമുള്ള വാഗ്ദാനങ്ങളാണ് DMK മുന്നോട്ട് വെച്ചത്. വാർദ്ധക്യ പെൻഷൻ 2000 രൂപയാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് പുറമെ പുരുഷന്മാർക്കും നഗര ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നും പ്രകടന പത്രിക പറയുന്നുണ്ട്. തുടർച്ച ലക്ഷ്യമിട്ടുള്ള പ്രകടന പത്രികയാണ് DMK പുറത്തിറക്കിയത്. സ്ത്രീകൾക്കും പ്രായമായവർക്കുമാണ് കൂടുതൽ കരുതൽ. വാർദ്ധക്യ പെൻഷൻ 1200-ൽ നിന്ന് 2000-ആക്കി ഉയർത്തും. നിലവിൽ കുടുംബനാഥകൾക്ക് നൽകി വരുന്ന 1000 രൂപ ധനസഹായം 2000 രൂപയായി വർദ്ധിപ്പിക്കും. ആദായ നികുതി അടയ്ക്കാത്ത വീട്ടമ്മമാർക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങാനായി 8000 രൂപയുടെ കൂപ്പൺ. വിദ്യാഭ്യാസ വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളുമെന്നും പ്രഭാത ഭക്ഷണ പദ്ധതി 8ാം ക്ലാസ് വരെ വ്യാപിപ്പിക്കുമെന്നും വാഗ്ദാനങ്ങളിലുണ്ട്. ജോലിയില്ലാത്തവർക്ക് നൽകുന്ന സ്റ്റൈബൻഡ് 1500 രൂപയാക്കും. ഭിന്നശേഷിക്കാർക്കുള്ള തുക 2000 രൂപയായി വർദ്ധിപ്പിക്കും. ട്രോളിംഗ് നിരോധന സമയത്തെ സഹായത്തുക 9000 രൂപയാക്കും എന്നിവയും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളായി DMK അവതരിപ്പിച്ചു. 18 ലക്ഷം കോടി രൂപായി അന്യ முதலீடு ஈர்க்கப்பட்டு அதன் மூலம் 50 ലക്ഷം ഇളஞர்களுக்கு വേലവായ്പകൾ ഉറവാക്കപ്പെടും. സ്ത്രീകൾക്ക് പുറമെ പുരുഷന്മാർക്കും നഗര ബസ്സുകളിൽ സൗജന്യ യാത്ര. തമിഴ്നാട്ടിൽ നീറ്റ് പരീക്ഷ നിർത്തലാക്കാനുള്ള നിയമ പോരാട്ടം. കർഷകർക്കായി പ്രത്യേക പാക്കേജുകളും വിള ഇൻഷുറൻസ് പദ്ധതികളും. അങ്ങനെ നീളുന്നു വാഗ്ദാനങ്ങൾ. പൊതുജനങ്ങളിൽ നിന്ന് ആപ്പ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിനു ശേഷമാണ് DMK പ്രകടന പത്രിക പുറത്തിറക്കിയത്. ക്ഷേമ പദ്ധതികൾക്കും ദ്രാവിഡ മോഡൽ ഭരണത്തിനും ഊന്നൽ എന്നാണ് DMK ആവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കശ്മീർ പഞ്ചാബ് പോലീസ് സേനകളുടെ സംയുക്ത നീക്കം അത് ഇന്നത്തെ ദിവസം എടുത്തു പറയേണ്ടതാണ്. പഞ്ചാബിൽ ഭീകരാക്രമണ പദ്ധതി തകർത്തിരിക്കുകയാണ് പോലീസ്. 2 ഭീകരരെയും അവരുടെ സഹായികളെയും പിടികൂടിയിട്ടുമുണ്ട്. പഞ്ചാബിലെ മലർക്കോട്ടയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇതാദ്യമായാണ് ജമ്മു കശ്മീർ പോലീസ് മറ്റൊരു സംസ്ഥാനത്തെ പോലീസ് സേനയുമായി ചേർന്ന് ഇത്തരമൊരു തെരച്ചിൽ നടത്തുന്നത്. പഞ്ചാബിൽ ആസൂത്രണം ചെയ്തിരുന്ന വലിയ ഭീകരാക്രമണ പദ്ധതിയാണ് പോലീസ് തകർത്തത്. മലേർകോട്ട്ല ജില്ലയിൽ നിന്നുമാണ് പ്രതികൾ അറസ്റ്റിലായത്. മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലായിരുന്നു പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. പ്രതികൾ 15 വർഷത്തിലേറെയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ടെന്ന് മലേർകോട്ട്ല നിവാസികൾ പറഞ്ഞു. ഓപ്പറേഷന്റെ പൂർണ്ണ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. തങ്ങളുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭീകരവാദ കേസുകളുടെ അന്വേഷണം കൂടുതൽ ഊർജിതമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ജമ്മു കാശ്മീർ പോലീസിന്റെ പുതിയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ഈ പ്രതികളെ ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത്.
എന്നാൽ തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജമ്മു കാശ്മീരിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ഒരു തീവ്രവാദ കേസിലെ പ്രതികളുമായി സാമ്യമുള്ളതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഒരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ പഞ്ചാബിൽ തുടരുന്നത് എന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. ആസൂത്രണം ചെയ്ത ആക്രമണത്തിന്റെ സ്വഭാവം എന്തായിരുന്നുവെന്നും ഇതിൽ മറ്റാർക്കോ പങ്കുണ്ടെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൂടാതെ ഏതൊക്കെ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഈ ഭീകരപ്രവർത്തനത്തിന് പിന്നിലുണ്ട് എന്ന കാര്യവും ജമ്മു കാശ്മീർ പോലീസ് അതീവ ഗൗരവത്തോടെ പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ്. ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കും ഇന്ന് ഇതെല്ലാം അവസാനിക്കും, സാധാരണഗതിയിലേക്ക് മാറുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇനി കരയുദ്ധത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. അമേരിക്കൻ നാവികസേനയായ USS ട്രിപ്പോളി മേഖലയിൽ എത്തിയതിന് പിന്നാലെ യുദ്ധം നേരിടാൻ തങ്ങൾ സജ്ജരാണെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയെ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള മിസൈൽ എഞ്ചിൻ ഉത്തര കൊറിയ പരീക്ഷിച്ചതും സ്ഥിതിഗതികൾ ആശങ്കാജനകമാക്കുകയാണ്. ഫെബ്രുവരി 28-ാം തീയതി ആരംഭിച്ച US ഇസ്രായേൽ ഇറാൻ യുദ്ധം 2ാം മാസത്തിലും ശമനമില്ലാതെ തുടരുകയാണ്. ഏകദേശം 3500 സൈനികരുമായി അമേരിക്കൻ പടക്കപ്പൽ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിലേക്ക് കടന്നതിന് പിന്നാലെയാണ് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായത്. ആഴ്ചകൾ നീളുന്ന കരയുദ്ധത്തിനുള്ള പദ്ധതികൾ പെന്റഗൺ തയ്യാറാക്കുന്നുണ്ടെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന് അനുമതി നൽകുമോ എന്നത് നിർണായകമാണ്. അമേരിക്കൻ സൈനികർ ഇറാൻ മണ്ണിൽ കാലുകുത്തിയാൽ അവർക്ക് മേൽ തീമഴ പെയ്യുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് മുന്നറിയിപ്പും നൽകി. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പരസ്യമായി പറയുകയും അതിനിടെ രഹസ്യമായി കരയുദ്ധത്തിന് കോപ്പുകൂട്ടുകയുമാണ് അമേരിക്ക ചെയ്തതെന്നും അദ്ദേഹം വിമർശിച്ചു. ഒരു കരയുദ്ധത്തിന് ഇറാൻ സൈന്യവും പൂർണ്ണ സജ്ജമാണെന്നാണ് ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്കയെ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള മിസൈൽ എഞ്ചിൻ ഉത്തര കൊറിയ പരീക്ഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രത്തിന്റെ പരമാധികാരിയായ കിം ജോങ് ഉന്നിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണമെന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്നത് ആഗോള ഭീകരവാദവും അധിനിവേശവുമാണെന്ന് കുറ്റപ്പെടുത്തി കിം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് പരീക്ഷണം നടത്തിയത്. ഇസ്രായേലിലേക്ക് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ അയച്ച് യുദ്ധത്തിൽ പങ്കുചേർന്നതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഇറാനിലേക്ക് ഇസ്രായേലിന്റെ കടന്നാക്രമണം അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്ന സൂചനയാണ് ഹൂതികളും നൽകുന്നത്. യമൻ തീരത്തെ ബാബ് അൽ മാൻഡബ് കടലിടുക്കിലൂടെ പോകുന്ന ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെയാകും പ്രധാനമായും ഹൂതികൾ ലക്ഷ്യമിടുക എന്നാണ് കരുതുന്നത്. ഇറാനൊപ്പം ഹൂതികളും ഉത്തര കൊറിയയും ചേർന്നതോടെ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണ ഭീഷണി കണക്കിലെടുത്ത് ബഹ്റൈൻ തങ്ങളുടെ സമുദ്രപരിധിയിൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് അമൃത TV. ഇന്ത്യയിലെ 1 കോടിയിലധികം ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ സംബന്ധിച്ച് നമുക്ക് ആശങ്കയുണ്ട്, കരുതലുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിച്ച അറബ് രാഷ്ട്രങ്ങൾക്ക് നന്ദി പറയുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധമുയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മോദി പറഞ്ഞു. ആശങ്ക പടർത്തുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കേണ്ടതില്ലെന്നും മൻ കി ബാത്തിലൂടെ മോദി ഓർമ്മിപ്പിച്ചു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിച്ച അറബ് രാഷ്ട്രങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ഏകദേശം 1 കോടിയോളം ഇന്ത്യൻ പൗരന്മാർ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവർക്ക് ആവശ്യമായ സഹായങ്ങളും സൗകര്യങ്ങളും നൽകുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് അഗാധമായ നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. मैं गल्फ कंट्रीज का बहुत आभारी हूं. वे ऐसे 1 करोड़ से ज्यादा भारतीयों को वहां पर हर प्रकार की मदद दे रहे हैं. കഴിഞ്ഞ 1 മാസമായി പശ്ചിമേഷ്യയിലെ രൂക്ഷമായ സംഘർഷം ഇന്ധന പ്രതിസന്ധി ഉൾപ്പെടെ ലോകത്ത് നിരവധി വെല്ലുവിളികൾക്ക് കാരണമായി. എണ്ണ വിതരണത്തിൽ വൻ പ്രതിസന്ധിയുണ്ടെങ്കിലും ഇതുവരെ നമ്മുടെ രാജ്യത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല. വെല്ലുവിളികൾ നേരിടാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി ആശങ്ക പടർത്തുന്ന വ്യാജ വാർത്തകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും വ്യക്തമാക്കി. അഭ്യൂഹങ്ങളും കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പ്രസ്താവനകളും പ്രചരിപ്പിക്കരുത്. സർക്കാർ നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ കണക്കിലെടുക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വിദേശ സഹായ നിയന്ത്രണ നിയമ ഭേദഗതി ന്യൂനപക്ഷ സമുദായങ്ങളെ ഉന്നം വെച്ചുള്ളതാണ് എന്ന് കത്തോലിക്ക സഭ. മതപരിവർത്തനം തടയാൻ എന്ന പേരിലാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നത്. ഭൂരിപക്ഷ സമുദായങ്ങളിലേക്ക് പരിവർത്തനം നടന്നാൽ കേസില്ല. ചില ന്യൂനപക്ഷ മതങ്ങളിലേക്കുള്ള പരിവർത്തനം മാത്രമാണ് മതപരിവർത്തനമായി പരിഗണിക്കപ്പെടുന്നതെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറൈ പറഞ്ഞു. 1 2 മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ മാത്രമേ കേസുള്ളൂ.
ഭൂരിപക്ഷ മതത്തിലേക്ക് ആരെങ്കിലും പരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ കേസില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. ഈ നിയമങ്ങളൊക്കെ ബാധിക്കുന്നത് ചിലപ്പോൾ ന്യൂനപക്ഷങ്ങളെ മാത്രമാണ്. നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് വീണ്ടും ടാർഗറ്റഡ് ആകാനായിട്ട് പോകുന്നത് ന്യൂനപക്ഷങ്ങളാണ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയാൽ സാമൂഹ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിദേശ സംഭാവനകളെ ആശ്രയിക്കുന്ന ന്യൂനപക്ഷ സാമൂഹ്യ സംഘടനകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനും നിലനിൽപ്പിനും ഭീഷണിയാകുമെന്നാണ് കത്തോലിക്ക സഭ ചൂണ്ടിക്കാട്ടുന്നത്. വിദേശ സഹായം സ്വീകരിക്കുന്നതിന് നിലവിൽ കർശനമായ വ്യവസ്ഥകൾ രാജ്യത്തുണ്ട്. ഇവ പാലിച്ചുകൊണ്ടാണ് സഹായങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ മതപരിവർത്തനം തടയാനായാണ് പുതിയ ഭേദഗതി എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് എന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. ഇതിലൂടെ സർക്കാർ ഉന്നം വയ്ക്കുന്നത് പ്രധാനമായും ന്യൂനപക്ഷങ്ങളെയാണെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഇപ്പം ഞങ്ങളെ ഇവിടെ അല്പമെങ്കിലും കുറേയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ FCRA ഉപയോഗിച്ച് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പണിത കോളേജുകളോ സ്കൂളുകളോ ആരാധനാലയങ്ങളോ ഒക്കെ ഏറ്റെടുക്കാനും പിന്നെ അത് വിൽക്കാനും, ആ വിറ്റിട്ട് അതിൻ്റെ പണം മറ്റൊരു ഫണ്ടായിട്ട് രൂപീകരിക്കാനുമൊക്കെ ആയിട്ട് അവർ ഒരു നിയമം കൊണ്ടുവരികയാണ്. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് പല കാരണങ്ങൾ പറഞ്ഞ് പുതുക്കി നൽകാതിരിക്കാനും അവയുടെ ഫണ്ടുകളുടെയും ആസ്തികളുടെയും നിയന്ത്രണം പിടിച്ചെടുക്കാനുമാണ് നീക്കം. ഇതിൽ സഭകൾക്ക് വലിയ ആശങ്കയുണ്ട്. നിർദ്ദിഷ്ട ഭേദഗതി ക്രൈസ്തവ സ്ഥാപനങ്ങളെ മാത്രമല്ല രാജ്യത്ത് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളെയും ബാധിക്കും. ഭിന്നശേഷി അധ്യാപക നിയമനമടക്കം സഭ ഉന്നയിച്ച വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തുവെന്നും ഇക്കാര്യത്തിൽ ക്രൈസ്തവ സഭകൾക്ക് സന്തോഷമുണ്ടെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇനി അടുത്ത സർക്കാരാവും നടപ്പാക്കുകയെന്നും റിപ്പോർട്ടിലെ ഏതെല്ലാം ശുപാർശകളാണ് നടപ്പാക്കിയതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ലെന്നും ബിഷപ്പ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നടന്ന ലഹരിവേട്ടയിലെ അന്വേഷണം ക്രൂയിസ് പാർട്ടിയിലേക്ക് കൂടി നീളുകയാണ്. പിടിയിലായ ഇവന്റ് മാനേജ്മെന്റ് ഉടമ ഷോൺ കൊച്ചിയിൽ ക്രൂയിസ് പാർട്ടി നടത്തിയിരുന്നു. ഈ പാർട്ടിയിലേക്ക് ലഹരി എത്തിയെന്ന നിഗമനമാണ് പോലീസിനുള്ളത്. ഷോണിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. ക്രൂയിസ് പാർട്ടിയുടെ ചിത്രങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഷോണിനൊപ്പം ക്രൂയിസ് പാർട്ടിയിൽ പങ്കെടുത്ത ചിലരെ കൂടിയിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത കൊക്കൈൻ, മെത്താഫെറ്റമിൻ, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ വിദേശത്തു നിന്ന് എത്തിച്ചതാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. സംഭവത്തിൽ കസ്റ്റംസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുവതികളടക്കം 7 പേരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ആലപ്പുഴ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 50 കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായി. എറണാകുളം സ്വദേശി ജലീൽ ജൂസാണ് പിടിയിലായത്. മേഘാലയയിൽ നിന്നും കഞ്ചാവ് ട്രെയിൻ വഴി ചെങ്ങന്നൂരിലെത്തിച്ച് വിപണനം നടത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. 4 ട്രോളി ബാഗുകളിലും 2 ട്രാവൽ ബാഗുകളിലുമായാണ് ഇയാൾ കഞ്ചാവ് എത്തിച്ചത്. 2 ദിവസം മുമ്പാണ് ചെങ്ങന്നൂരിൽ നിന്ന് 20 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടിയത്. ചെങ്ങന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സജീവിയുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘവും RPFും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്.